മുത്തുമോമിനീങ്ങളെ, മുത്തുമോമിനാത്തുകളെ, ഇന്നത്തെ രാത്രി ചെറിയൊരു രാത്രിയല്ല, വലിയ രാത്രിയാണ്, വലിയ ബഹുമാനമുള്ള രാത്രിയാണ്, വലിയ ആദരവുള്ള രാത്രിയാണ്, വലിയ മഹത്വമുള്ള രാത്രിയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഅ്സൂം എന്ന ഏറ്റവും വലിയ ഉന്നതമായ ഒരു പദവി നൽകി അല്ലാഹു ആദരിച്ചത് പരിശുദ്ധമായ മുഹറം 10 രാവിലാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചത് ഈ പവിത്രമായ ആശൂറാന്റെ ദിവസത്തിലാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് ഉയർത്തിയത് പരിശുദ്ധമായ ആശൂറാന്റെ ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആശൂറാന്റെ ദിവസത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തൗറാത്ത് നൽകിയത് ഫറോവയുടെ വലിയ ധിക്കാരപരമായ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രയാസകരമായ രോഗം അല്ലാഹു നീക്കിക്കൊടുത്തത്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, ബനൂ ഇസ്രായേൽ എന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഗുണങ്ങൾ നൽകിയ പുണ്യമേറിയ രാവാണ് പരിശുദ്ധമായ ആശൂറാന്റെ രാവ്. ബനൂ ഇസ്രായേലർക്ക് സമുദ്രം പിളർത്തി കൊടുത്തത്, ദാവൂദ് നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു അധികാരം നൽകിയത്. അങ്ങനെ എല്ലാ വലിയ ഗുണങ്ങളും ഉള്ള രാവാണ് ഇന്നത്തെ രാവ്. അതോടൊപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടക്കനിയായ പേരക്കുട്ടി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതേ അഹ്ലു ബൈത്തിന്റെ നേതാവ്, അവരെ ഓർക്കുന്ന രാവ് കൂടിയാണ്. അളവറ്റ ഈ അനുഗ്രഹമുള്ള രാത്രികളിലെ ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുഹറം 10 അന്ന് കുടുംബത്തിന് വിശാലത ചെയ്യണേ. എല്ലാവരും കുടുംബത്തിന് വിശാലത ചെയ്യണം. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് നല്ല വിശാലത ചെയ്യണം. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് വിശാലത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെ അവർക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ ആ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് പരിശുദ്ധമായ മുഹറത്തിന്റെ ഈ ആശൂറാന്റെ രാവും ദിവസങ്ങളും എല്ലാം. അങ്ങനെ ഒരാൾ ചെയ്താൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മുഹറം 10 അന്ന് ഒരാൾ കുടുംബത്തിന് വിശാലത ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വലിയ വിശാലത നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയാൻ, ജാബിർ റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഇത് പരീക്ഷിച്ചിരുന്നുവത്രേ. 40 കൊല്ലം മുഹറം ആശൂറാന്റെ 10 അന്ന് കുടുംബത്തിന് വിശാലത ചെയ്തപ്പോൾ മാഷാ അല്ലാഹ് അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. 40 കൊല്ലവും അതിന്റെ ഗുണം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തിന് വിശാലത ചെയ്യണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഈ പവിത്രമായ രാവിലും അതോടൊപ്പം നാളത്തെ നോമ്പ് തുറയും പകലിൽ നോമ്പ് നോക്കാൻ കഴിയാത്ത കുട്ടികൾക്കും ഒക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അതിനുണ്ടാക്കുക. അങ്ങനെ അയൽവക്കത്തെ വീടുകളിൽ കൊടുക്കാൻ പറ്റിയവർക്കൊക്കെ കൊടുക്കാം, എല്ലാ മതവിഭാഗങ്ങൾക്കും കൊടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് മുഹറം 10 ആശൂറാന്റെ ദിവസം. അല്ലാഹു വളവറ്റനുഗ്രഹങ്ങൾ ചെയ്ത രാവാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ രാവിനെയും ആ ദിവസത്തെയും ബഹുമാനിച്ച് നാളത്തെ ദിവസം മുഴുവനായി ഇബാദത്തിലായി പങ്കെടുക്കാൻ സമയം ചെലവഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം. തഹജ്ജുദ് നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, ധാരാളം ഖുർആൻ ഓതണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. സമയം